ഇപ്പോൾ ഉയരുന്നൊരു വലിയ ചോദ്യം, വിജയ് ഇന്നലെ അവിടെ നിന്ന് തിരികെ പോയി. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു, എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു എന്ന്. പക്ഷേ അത്തരം ഒരു പോസ്റ്റിൽ ഒതുക്കേണ്ടതാണോ അദ്ദേഹത്തിൻ്റെ ഇതിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം, ചുമതലാബോധം? അത്തരത്തിൽ ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട്. അവിടെ നിന്ന് റഹീസ് ചേരുന്നുണ്ട്. ചെന്നൈയിലെ വിജയുടെ വീടിന് മുൻപിലാണ് റഹീസ് ഉള്ളത്. അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഉണ്ട്, പോലീസുണ്ട്. എല്ലാ ഗേറ്റിലും പോലീസിൻ്റെ വലിയ കാവലുണ്ട്. റഹീസ്, അവിടെ രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടുത്തെ നാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നു അവിടെ സമയക്രമം കൃത്യമായി സംഘാടകർ ആ സമയക്രമം അറിയിച്ചതിലുണ്ടായ വലിയൊരു വീഴ്ചയുണ്ടായിരുന്നു. മണിക്കൂറുകളോട് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ആ വലിയ ജനക്കൂട്ടം, അതിനിടയിൽ നിർജ്ജലീകരണം ഉൾപ്പെടെ ഉണ്ടാകുന്നു, കുഴഞ്ഞു വീണു മനുഷ്യരൊക്കെ തന്നെ. അപ്പോൾ ആ രീതിയിൽ ഒരു ഉത്തരവാദിത്തമില്ലാതെ കൃത്യമായി സമയക്രമം അത് അറിയിച്ചിരുന്നില്ല, അതിലൊരു വലിയ വീഴ്ച വന്നു എന്ന് പറയുന്നു. അപ്പുറത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര നിയന്ത്രണങ്ങൾ ഉണ്ടായില്ല, സുരക്ഷാ മുൻകരുതൽ ഉണ്ടായില്ല, വേണ്ടത്ര പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം വരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും വിജയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോഴും ആ പോലീസ് കാവൽ തുടരുകയാണോ? വിജയ് പുറത്ത് ഇറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പുതുതായി എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, റഹീസ്? സ്മിത, ഇന്ന് വിജയ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പ്രതി ചേർക്കുന്നതൊക്കെയും അല്പം വൈകിയേക്കും എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ അനൗദ്യോഗികമായി പുറത്തു വരുന്നത്. അന്വേഷണം പൂർണ്ണമായും പൂർത്തീകരിച്ച് നിലവിലെ ഈ ആശുപത്രിയിലുള്ളവരുടെ സ്ഥിതിയൊക്കെ പരിശോധിച്ച ശേഷം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാക്കി ആദ്യം അതിനൊക്കെ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനുശേഷം കേസിലേക്ക് കടക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് ആണ് തമിഴ്നാട് സർക്കാർ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടന്നു വരികയാണ്. അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും നാളെയാകും സർക്കാരിന് നൽകുക എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിന് ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം തുടർ നടപടികൾ എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് ഒരുപക്ഷെ വിജയുടെ അറസ്റ്റിലേക്ക് വരെയൊക്കെ കടന്നേക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വിജയ് പ്രതികരിക്കാത്തത് എന്ത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം വളരെ പ്രാധാന്യം ഉള്ളതാണ്. കാരണം ഏറ്റവും ഇതിൽ എടുത്തു പറയേണ്ടത്, വിജയ്ക്ക് ഇന്നലെ രാവിലെ നാമക്കലിലായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അതിന് 8:45 നാമക്കലിൽ വിജയ് എത്തേണ്ടത്. അങ്ങനെ നാമക്കലിൽ എത്തേണ്ട വിജയ് ചെന്നൈയിലെ ഈ വീട്ടിൽ നിന്നും ഇന്നലെ തിരിച്ചത് 8:30 മാത്രമാണ്. അപ്പോൾ 8:30 മാത്രം അത്തരത്തിൽ വീട്ടിൽ നിന്ന് തിരിക്കുന്ന വിജയ് എങ്ങനെയാണ് 8:45 നാമക്കലിലെ പരിപാടിയിൽ എത്തുക എന്ന ചോദ്യം ഇപ്പോൾ പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. അതായത് തനിക്ക് വേണ്ടി ആളുകൾ കാത്തു നിന്നോളും, തൻ്റെ പാർട്ടി പ്രവർത്തകർ, തൻ്റെ ആരാധകർ, ഇവരൊക്കെയും തനിക്ക് വേണ്ടി കാത്തു നിന്നോളും എന്ന വിജയ് ധരിച്ചു. അങ്ങനെ വിജയ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആദ്യത്തെ നാമക്കലിലെ പരിപാടി വൈകുന്നത്. 8:45 തുടങ്ങേണ്ട പരിപാടി തുടങ്ങിയത് 2 മണിക്കാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് 6 മണിക്കൂറിലധികം, ഈ 8 മണി പരിഗണിച്ചാണ് ആ സമയം, അല്ലെങ്കിൽ അതിലും കൂടുതൽ 6 മണി മുതൽ വന്നു നിന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു 8 മണിക്കൂറോളം വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ അവരങ്ങനെ ഒരേ നിൽപ്പ് നിൽക്കുകയാണ്, ഒരേ ഇരിപ്പിരിക്കുകയാണ്. അതൊക്കെ മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഷീറ്റുകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്, ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്, ട്രാൻസ്ഫോമറുകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് വിജയുടെ പര്യടനത്തിലെ സ്ഥിരം കാഴ്ചകൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ആ ജനങ്ങളോട് വിജയ് അദ്ദേഹം മതിയായിട്ടുള്ള കരുതൽ കാട്ടിയോ എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ രക്ഷകനായിട്ടാണ് സിനിമയിലും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലും ഇപ്പോൾ അദ്ദേഹം അവരോധിക്കുന്നത് ഒരു രക്ഷകൻ റോളിലാണ്. ആ രക്ഷകൻ റോള് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാട്ടിയോ, അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിനൊരു പാളിച്ച ഉണ്ടായോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി ഉയരുന്ന സമയം കൂടിയാണിത്. അതിനപ്പുറം രണ്ടാം പരിപാടിക്ക് എത്തേണ്ടിയിരുന്ന 12:45 എത്തേണ്ടിയിരുന്ന വിജയ് അവിടെ എത്തിയത് 7:30. അപ്പോൾ അവിടെയും വരുന്നുണ്ട് ഏതാണ്ട് 8-9 മണിക്കൂറുകളുടെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. വിജയുടെ പരിപാടിക്ക് തങ്ങൾ ആദ്യം എത്തി ആദ്യ നിരയിലൊക്കെ ഇടം പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിജയ് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ ബസ് നിർത്തുന്ന സ്ഥലത്തിനോട് അടുത്ത് ഇടം പിടിച്ചു കഴിഞ്ഞാൽ ആരും അവിടെ നിന്ന് മടങ്ങില്ല. അത് വെള്ളം കുടിക്കാനെന്നല്ല, മറ്റൊരു കാര്യത്തിനും അവിടെ നിന്ന് മടങ്ങില്ല എന്നുള്ള കാഴ്ചയും കഴിഞ്ഞ 2 ആഴ്ചയായി 4 വേദികളിലായി നമ്മൾ കണ്ടതാണ്.
അപ്പോൾ അങ്ങനെയുള്ള വിജയ് ആ രണ്ടാമത്തെ പരിപാടിക്ക് 7:30 എത്തുമ്പോൾ അത്രയും ആളുകൾ തന്നെ അവിടെ കാത്തു നിൽക്കുന്നു. പരിപാടി തുടങ്ങുമ്പോൾ കൊഞ്ചം ലേറ്റായിടിച്ച് സോറി എന്ന് പറഞ്ഞാണ് വിജയ് തുടങ്ങുന്നത്. പക്ഷേ അത് കൊഞ്ചമല്ല, കുറച്ച് കൂടുതൽ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു ആളുകൾക്ക്. ആ കാത്തുനിൽപ്പ് കൂടി ഇത്തരത്തിൽ അപകടത്തിന് കാരണമായെന്നാണ് പ്രാഥമികമായി ഡോക്ടർമാരടക്കം പറയുന്നത്. കാരണം നിർജ്ജലീകരണമാണ് പലരുടെയും മരണത്തിലേക്ക് നയിച്ചത്. അവർ കുഴഞ്ഞു വീഴുന്നത് അതുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകൾ ഇന്നലെ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പോലീസ് ഈ ഒരു പരിപാടിക്ക് അനുമതി നൽകുമ്പോൾ മറ്റ് 2 സ്ഥലങ്ങൾ ഇത്തരത്തിൽ തീരുമാനിച്ചിരുന്നു. അവിടെ രണ്ടും പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ള വിജയ് അറിയിച്ചു. അതിന് പിന്നാലെയാണ് ഇവിടേക്ക് ഒരു സ്ഥലം മാറ്റി നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയും ഇന്നലെ നടന്നതാണ്, ഇന്നലത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് മാത്രം നടന്നതാണ്. അപ്പോൾ അതിനൊക്കെ വിജയ് മറുപടി പറയേണ്ടി വരും. അതിന് അദ്ദേഹം എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തില്ല. മറ്റേതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയോ ഒരു എക്സ്പോസ്റ്റോ ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.